ഒരു ദിവസം കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭീമൻ ഒരു പന്തെടുത്ത് കിണറ്റിലേക്ക് ആഞ്ഞെറിഞ്ഞു. പന്ത് ചെന്ന് വീണത് ആഴമുള്ള ഒരു കിണറ്റിലായിരുന്നു. കുട്ടികൾ പരമാവധി ശ്രമിച്ചു പന്തെടുക്കാൻ, പക്ഷെ സാധിച്ചില്ല. ഈ വിഷമഘട്ടത്തിലാണ് ദ്രോണാചാര്യർ അവിടെ അവതരിക്കുന്നത്. ദ്രോണാചാര്യർ കുട്ടികളോട് കാര്യം അന്വേഷിച്ചു. ഇങ്ങനൊരു പ്രശ്നത്തിലാണ് ഞങ്ങളെന്നവർ പറയുകയും ചെയ്തു. ദ്രോണാചാര്യർ പന്തിനെ ലക്ഷ്യമാക്കി ഒരു പുൽക്കൊടി എടുത്തെറിഞ്ഞു. കൃത്യം പുൽക്കൊടി പന്തിൽ തറച്ചു. മറ്റൊരു പുൽക്കൊടി എടുത്ത് ആ പുൽക്കൊടിയുടെ അറ്റത്തെറിഞ്ഞു. അങ്ങനെ പുൽക്കൊടികൾ കൊണ്ട് ഒരു മാല പോലെ ഉണ്ടാക്കി കയറ് വലിച്ച് പന്തെടുക്കുന്ന ലാഘവത്തോടുകൂടി ദ്രോണാചാര്യർ ആ പന്ത് കിണറ്റിൽ നിന്നെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികൾക്കിത് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അവർ ദ്രോണാചാര്യനെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഭീഷ്മർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭീഷ്മർ നിശ്ചയിച്ചു, എൻ്റെ കുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കാൻ പറ്റിയ ഗുരുവാണ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അന്നു മുതലാണ് ദ്രോണാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായത്.